ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയാസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഓണം സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഈ ഒരു സെൻറ്റർ ക്ലിപ്പിൻ്റെ മേക്കിംഗ് ആണ് അപ്പോൾ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഓണത്തിനൊക്കെ വലിയവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയുള്ളൊരു സെൻറ്റർ ക്ലിപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ജാസ്മിൻ ബഡ്സും അതേപോലെ റോസ് ഫ്ലവറൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു ഹെയർ ക്ലിപ്പാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ഒരു സെൻറ്റർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം വലിയ സൈസുള്ളൊരു ക്ലിപ്പാണ് കേട്ടോ. പിന്നെ വേണ്ടത് ഇതേപോലത്തെ ഫെൽറ്റ് ഷീറ്റാണ്. അപ്പോൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ആ ഒരു സെൻറ്റർ ക്ലിപ്പിൻ്റെ അളവിനേക്കാളും കുറച്ചും കൂടെ വലുപ്പത്തിലാണ് ആ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ലൈറ്ററൊക്കെ വെച്ചിട്ട് അതിൻ്റെ അറ്റം ഫുള്ള് ഒന്ന് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഇതേപോലത്തെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ജാസ്മിൻ ബഡ്സ് വേണം. അപ്പോൾ കുറേയൊക്കെ ഡാമേജ് ആയിട്ടുള്ള പീസുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളതിന് നല്ലത് മാത്രം സെലക്ട് ചെയ്തെടുക്കുക. എന്നാലും കുറേയൊക്കെ ഇടയിലൊക്കെ ഉണ്ടാവും കേട്ടോ ഡാമേജ് ആയിട്ടുള്ള പീസുകൾ. അപ്പോൾ ഇതേപോലെ ഗ്ലൂ ചെയ്തിട്ട് ഇത് 2 പീസ് ഇതേപോലെ വേണം നമ്മൾ വെച്ചെടുക്കാനായിട്ട്. അപ്പോൾ അടുപ്പിച്ച് വെച്ചെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ജാസ്മിൻ ബഡ്സ് സെലക്ട് ചെയ്തെടുക്കുമ്പോൾ ഒക്കെ എല്ലാത്തും മാക്സിമം ഒരേ വലുപ്പത്തിലുള്ളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരിക്കും കാണാനായിട്ട് കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത ലെയർ ഇതേപോലെ തന്നെയാണ് വെച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ കണ്ടില്ല, അടുപ്പിച്ച് വേണം വെച്ചെടുക്കാനായിട്ട്. പിന്നെ ആ സെൻറ്ററിൽ വരുന്ന ആ ഒരു ഗ്യാപ്പ് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ആ ഒരു ഭാഗത്ത് ലാസ്റ്റിൽ ഓരോ ബഡ്സും വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സെൻറ്ററിൽ കാണുന്ന ഗ്യാപ്പ് കുഴപ്പമില്ല. ബാക്കി നമ്മൾ മാക്സിമം അടുപ്പിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റെമ്മ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഞാൻ ചിലതിൻ്റെ ഒക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ കണ്ടില്ല, നമ്മൾ ആ ഒരു ഫെൽറ്റിൽ ഫുള്ളായിട്ട് നമ്മൾ ഇതേപോലെയാണ് വെച്ചെടുക്കുന്നത്. 3/4 ഭാഗം നമ്മൾ ഇതേപോലെ വെച്ചെടുക്കുക. പിന്നെ അതിൻ്റെ അറ്റത്ത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെ വെക്കേണ്ടത്. അപ്പോൾ ഒരു 3/4 ഭാഗം നമ്മൾ ഇതേപോലെ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റിൽ വെക്കുന്നത് ആ സ്റ്റാർട്ടിങ്ങിൽ വെച്ചതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഇതേപോലെയാണ് വെച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഫിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗണ്ണാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ കാണുന്ന ആ ഒരു ഗ്യാപ്പിലും ഓരോ പീസായിട്ട് ഇതുപോലെ വെച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു സ്റ്റെമ്മ് കട്ട് ചെയ്ത് കളയാട്ടോ. ഞാൻ ചിലതിൻ്റെ ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫുൾ ഇതുപോലെ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് ആ ഗ്യാപ്പ് കാണുന്ന ഭാഗങ്ങളിലൊക്കെ ഓരോ പീസുകളും ഇതേപോലെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ അങ്ങനെ വെച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആ കാണുന്ന ഗ്യാപ്പുകളിൽ ഫുള്ള് ഇതേപോലെ ഓരോരോ പീസുകളായിട്ട് വേണമെങ്കിൽ നമുക്ക് വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു മോഡൽ കാണിക്കുന്നുണ്ട്. സെൻറ്ററിൽ ഇതേപോലെ ചെറിയ റോസ് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് ആ ഒരു കാണുന്ന ഗ്യാപ്പുകൾ ഫുള്ളായിട്ട് ഈ ഒരു റോസ് ഫ്ലവർ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. മുമ്പ് ചെയ്തില്ല അതിനേക്കാളും ഭംഗിയുണ്ട്. ഇത് കാണാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റോസ് ഫ്ലവർ മേക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ മുമ്പ് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഓണം സ്പെഷ്യൽ വീഡിയോയുടെ കഴിഞ്ഞ നമ്മൾ പോസ്റ്റ് ചെയ്തില്ലേ, ആ ഒരു വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ വേണമെങ്കിൽ കയറി കണ്ടു നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇത് ഫിക്സ് ചെയ്തിട്ടില്ലേ, ജസ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ആ ഒരു സെൻറ്റർ ക്ലിപ്പിലേക്ക് ഫിക്സ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇത് വലിയവർക്കൊക്കെ നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാനായിട്ട്. നമുക്ക് ഓണത്തിനൊക്കെ സെറ്റ് സാരിയുടെ കൂടെ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റർ ക്ലിപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ മുമ്പൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ഓണം സ്പെഷ്യലായിട്ടുള്ളൊരു ഹെയർ ബോർഡ് മേക്കിംഗ് വീഡിയോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓർഡേഴ്സൊന്നും കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ അതുപോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിലൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഒരുപാട് ഓർഡേഴ്സൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് സെയിലായതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിയാരയും അതേപോലെ തന്നെ ആ ഒരു ഹെയർ ബോയും സെയിലായി. അപ്പോൾ ഒരു കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇട്ടപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഇട്ടപ്പോൾ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടിയാരയുടെ മേക്കിംഗ് വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ മുമ്പ് പറഞ്ഞ പോലത്തെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.